പോപ്പുലർ ഹ്യുണ്ടായി 2025 ഓണം ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 3.5 കോടി രൂപ വരെയുള്ള സമ്മാനങ്ങളാണ് ലഭിക്കുന്നത്. അത് നിങ്ങൾക്ക് ഹ്യുണ്ടായുടെ ഏത് വാഹനം വാങ്ങിയാലും സ്ക്രാച്ച് കാർഡ് ലഭിക്കും. ആ സ്ക്രാച്ച് കാർഡിനകത്തുള്ള സമ്മാനങ്ങളാണത്. 1000 പേർക്ക് 1 ഗ്രാമിന്റെ ഗോൾഡ് കോയിന്, പിന്നെ സർവീസ് പാക്കേജ്, ക്യാഷ് ഡിസ്കൗണ്ട്, അങ്ങനെയാണ് ആ ഓഫറുകൾ ലഭിക്കുന്നത്. അഡീഷണലി നിങ്ങൾക്ക് 90% ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ്. 8 കൊല്ലത്തേക്കുള്ള EMI ഓപ്ഷൻസ് വരുന്നുണ്ട്. പെർ ലാക്കിന് ഏകദേശം 1550 രൂപ വെച്ചിട്ടാണ് അടവ് വരിക. അഡീഷണലി അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇപ്പോൾ വാഹനം ഇറക്കിയതിന് ശേഷം 3 മാസങ്ങൾക്ക് ശേഷം EMI പേ ചെയ്യുന്ന ഒരു ഓപ്ഷനും അവൈലബിൾ ആണ്. 1 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹ്യുണ്ടായുടെ ഏത് വാഹനവും ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഇതെല്ലാം ഡിപ്പെൻഡ്സ് ഓൺ യുവർ സിബിൽ സ്കോറിനെ ബേസ് ചെയ്തിട്ട് മാത്രം. അഡീഷണലി ഹ്യുണ്ടായുടെ എല്ലാ വാഹനങ്ങൾക്കും ക്യാഷ് ഡിസ്കൗണ്ടും മറ്റ് ഓഫറുകളും അവൈലബിൾ ആണ്. ഈ ഓണത്തിന് ക്രെറ്റയ്ക്കും വെന്യൂ ഡീസലിനും വരെ ഓഫർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതെല്ലാം വാഹനങ്ങൾക്ക് എന്തെല്ലാം ഓഫറുകളാണ് കൊടുത്തിരിക്കുന്നത്, ഓഫറുകൾക്ക് ശേഷമുള്ള അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഹ്യുണ്ടായുടെ ഓഫർ നമുക്ക് ഗ്രാൻഡ് ഐറ്റൺ നിയോസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഗ്രാൻഡ് ഐറ്റൺ നിയോസിന് 70,000 രൂപ വരെ ഓഫറാണ് കൊടുത്തിരിക്കുന്നത്. അത് ബ്രേക്ക് ഡൗൺ നോക്കുകയാണെങ്കിൽ 35,000 രൂപ സ്ട്രൈറ്റ് അവേ ക്യാഷ് ഡിസ്കൗണ്ടും, 5,000 രൂപയുടെ കോർപ്പറേറ്റ് ഓഫറും, 25,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ്, അല്ലെങ്കിൽ 30,000 രൂപയുടെ സ്ക്രാപ്പേജ് ബോണസ്, അങ്ങനെയാണ് മൊത്തം 70,000 രൂപ വരെ ഓഫർ ലഭിക്കും. ഈ സെഗ്മെന്റിലെ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ വരുന്ന ഒരേ ഒരു വാഹനവും നമ്മുടെ ഗ്രാൻഡ് ഐറ്റൺ നിയോസ് ആണ്. ഇതിന്റെ ഡയറക്റ്റ് കോമ്പറ്റീഷൻ ആയ സ്വിഫ്റ്റിനാണെങ്കിൽ ഇപ്പോൾ 3 സിലിണ്ടർ ആയിട്ടുണ്ട്. ടിയാഗോയ്ക്ക് ആണെങ്കിലും 3 സിലിണ്ടറിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ റിഫൈൻഡ് ആയിട്ടുള്ള 4 സിലിണ്ടർ എഞ്ചിൻ വരുന്നത് ഗ്രാൻഡ് ഐറ്റൺ നിയോസിനാണ്. 82 HP പവറും 130 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന എഞ്ചിനാണ്. ഇത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കും മാനുവലും അവരാണ്. ആവറേജ് ഒരു 16-17 അടുത്ത് മൈലേജും ലഭിക്കും. ഇപ്പോൾ ഗ്രാൻഡ് ഐറ്റൺ നിയോസിലെ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന വേരിയന്റ് സ്പോർട്ട് വേരിയന്റ് ആണ്. ആ സ്പോർട്ട് മാനുവൽ വേരിയന്റിന് 8,31,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാം. നമ്മൾ ഈ പറയുന്ന പ്രൈസിൽ ക്യാഷ് ഡിസ്കൗണ്ടും കോർപ്പറേറ്റ് ഓഫറും മാത്രമാണ് കുറയ്ക്കുന്നത്. അഡീഷണൽ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ബോണസ് കാര്യങ്ങൾ ഷോറൂമിൽ നിന്ന് നിങ്ങൾക്കൊരു വാഹനം എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ ലഭിക്കും. ഇപ്പോൾ സ്പോർട്ടിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. സ്പോർട്ട് ഓട്ടോമാറ്റിക് വേരിയന്റിന് 9 ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. സ്പോർട്ടിൽ തന്നെ ഇപ്പോൾ സ്പോർട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞ പുതിയൊരു വേരിയന്റ് അവൈലബിൾ ആണ്. ആ വാഹനത്തിന് 8,65,000 രൂപ മാനുവലിനും ഓട്ടോമാറ്റിക്കിന് 9,40,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഹ്യുണ്ടായുടെ മൈക്രോ SUV സെഗ്മെന്റിൽ വരുന്ന ഒരു വാഹനമാണ് എക്സ്റ്റർ. എക്സ്റ്ററിനും 60,000 രൂപ വരെ ഓഫറാണ് കൊടുത്തിരിക്കുന്നത്. 30,000 രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ടും, 5,000 രൂപയുടെ കോർപ്പറേറ്റ് ഓഫറും, 25,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസുമാണ് വരുന്നത്. സ്ക്രാപ്പേജ് ഉണ്ടെങ്കിൽ 30,000 രൂപ വരെ ഓഫർ ലഭിച്ചേക്കാം. എക്സ്റ്ററിന്റെ നിങ്ങൾ ഈ കാണുന്ന വേരിയന്റ് ബേസ് വേരിയന്റ് ആണ്. ബേസ് EXൽ തന്നെ നിങ്ങൾക്കിപ്പോൾ ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. ഇത് ബേസ് ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. ഇതിന്റെ ബേസ് ഓട്ടോമാറ്റിക് വേരിയന്റിന് ഓഫറുകളെല്ലാം കഴിഞ്ഞ് 8,18,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാം. ബേസ് മാനുവൽ വേരിയന്റ് ആണെങ്കിൽ 7,26,000 രൂപ. എക്സ്റ്ററിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് വരുന്ന ഒരു വേരിയന്റ് എന്ന് പറഞ്ഞാൽ SX വേരിയന്റ് ആണ്. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു വേരിയന്റും SX ആണ്. SX മാനുവൽ വേരിയന്റിന് 9,38,000 രൂപയും, SX ഓട്ടോമാറ്റിക് വേരിയന്റിന് 10,15,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. നമ്മൾ ഈ പറയുന്ന പ്രൈസ് സ്ട്രേറ്റ് അവേ ക്യാഷ് ഡിസ്കൗണ്ടും കോർപ്പറേറ്റ് ഓഫറും മാത്രം കുറച്ചിട്ടുള്ള ഒരു പ്രൈസാണ്. അഡീഷണലി നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പഴയ വാഹനം ഉണ്ടെങ്കിൽ സ്ക്രാപ്പേജ് ആയിട്ടും അഡീഷണൽ ഓഫറുകൾ ലഭിക്കും. i20യുടെ ഓഫറിലേക്ക് വന്നാൽ i20ക്ക് 70,000 രൂപ ഒരു ഓഫറാണ് കൊടുത്തിരിക്കുന്നത്. ഇത് i20യുടെ N ലൈൻ ആണ്. N ലൈന് നമുക്ക് 63,000 രൂപ വരെ ഓഫർ കൊടുത്തിട്ടുണ്ട്. അതാണ് i20യുടെ കാര്യത്തിൽ ഈ ഓണത്തിന് സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ നോർമൽ i20യുടെ ഓഫറിലേക്ക് വന്നു കഴിഞ്ഞാൽ 35,000 രൂപ ക്യാഷ് ഡിസ്കൗണ്ടും, കോർപ്പറേറ്റ് ഓഫർ 3,000 രൂപ, എക്സ്ചേഞ്ച് അല്ലെങ്കിൽ സ്ക്രാപ്പേജ് 30,000 രൂപ വരെയാണ് ലഭിക്കുന്നത്. N ലൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ N ലൈന് സ്ട്രേറ്റ് അവേ 30,000 രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട്. പിന്നെ കോർപ്പറേറ്റ് ഓഫർ 3,000, എക്സ്ചേഞ്ച് അല്ലെങ്കിൽ സ്ക്രാപ്പേജ് 25,000. മറ്റു ഓഫറുകളെല്ലാം സിമിലർ ആണ്. ഇപ്പോൾ ഇന്ത്യയിൽ ലഭിക്കുന്ന 13 ലക്ഷം രൂപ അല്ലെങ്കിൽ 12 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ലഭിക്കുന്ന മോസ്റ്റ് പവർഫുൾ ഹോട്ട് ഹാച്ച് ബാക്ക് നമ്മുടെ i20യുടെ N ലൈൻ ആണ്. ഒരു സ്പോർട്ട് ഹാച്ച് ബാക്ക് ഒരു 15 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ വേണമെങ്കിൽ N ലൈൻ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ i20യിലെ ഒരു മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് എന്ന് പറയുന്നത് സ്പോർട്ട് വേരിയന്റ് ആണ്. സ്പോർട്ട് മാനുവൽ വേരിയന്റിന് 9,52,000 രൂപ ഓഫറുകളെല്ലാം കഴിഞ്ഞിട്ടുള്ള ഓൺ റോഡ് പ്രൈസ്. സ്പോർട്ട് വേരിയന്റിൽ തന്നെ നമുക്ക് IVT അവൈലബിൾ ആണ്. അതിന് 10,73,000 രൂപ. ഇപ്പോൾ ബേസ് വേരിയന്റ് ആയ മാഗ്നയിൽ തന്നെ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞൊരു പുതിയ വേരിയന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരു ബേസ് വേരിയന്റ് എന്ന് പറയാം. അത് 8,53,000 രൂപയ്ക്ക് ഓഫറുകളെല്ലാം കഴിഞ്ഞ് ഓൺ റോഡ് ഇറക്കാം. മാഗ്ന വേരിയന്റിൽ തന്നെ ഇപ്പോൾ IVT ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ്. അതിന് 10,16,000 രൂപ. ഇത്
N-Lineന്റെ N6 DCT വേരിയന്റ് ആണ്. N-Line വേരിയന്റിന് N6 മാനുവലിന് 11,28,000 രൂപയും ഓട്ടോമാറ്റിക് അതായത് 7 സ്പീഡ് DCT ഓട്ടോമാറ്റിക് വരുന്ന വാഹനത്തിന് 12,99,000 രൂപയാണ്. അപ്പോൾ i20യുടെ ഇപ്പൊ നോർമൽ i20യുടെ ആസ്ത ഓപ്ഷണൽ എന്ന് പറഞ്ഞാൽ ടോപ്പ് എൻഡ് വേരിയന്റിന്റെ സിമിലർ പ്രൈസിന് നിങ്ങൾക്ക് N-Line എടുക്കാനായിട്ട് പറ്റും. എൻ്റെ അഭിപ്രായത്തിൽ എന്തുകൊണ്ടും ഈ രണ്ട് വാഹനങ്ങളിൽ വാല്യൂ ഫോർ മണി N-Line തന്നെയാണ്. നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ ഉണ്ട്, നല്ല പെർഫോമൻസ് കിട്ടും, മൈലേജ് ആണെങ്കിൽ ഓൾമോസ്റ്റ് സിമിലറുമാണ്. വെന്യൂവിന്റെ ഓഫറിലേക്ക് വന്നു കഴിഞ്ഞാൽ വെന്യൂവിന് 85,000 രൂപ വരെയാണ് ഓണം ഓഫർ കൊടുത്തിരിക്കുന്നത്. 85,000 രൂപ ഓഫർ വരുന്ന നമ്മുടെ പെട്രോൾ വാഹനങ്ങൾക്കാണ്. പെട്രോളിന്റെ ബേസ് വേരിയന്റ് തൊട്ട് N-Line വരെ നിങ്ങൾക്ക് ആ സെയിം ഓഫറാണ് ലഭിക്കുന്നത്. 85,000 രൂപ ബ്രേക്ക് ഡൗൺ നോക്കുകയാണെങ്കിൽ 40,000 രൂപ സ്ട്രേറ്റ് അവേ ക്യാഷ് ഡിസ്കൗണ്ടും 3,000 രൂപയുടെ കോർപ്പറേറ്റ് ഓഫറും എക്സ്ചേഞ്ച് അല്ലെങ്കിൽ സ്ക്രാപ്പേജിന് 40,000 രൂപയുടെ ഓഫറുമാണ് ലഭിക്കുന്നത്. ഡീസലിലേക്ക് വന്നു കഴിഞ്ഞാലോ ഡീസലിന് നമ്മൾക്ക് 38,000 രൂപയാണ് ഓഫർ കൊടുക്കുന്നത്. ആദ്യമായിട്ടാണ് ഡീസലിന് സ്ട്രേറ്റ് അവേ 10,000 രൂപയുടെ ക്യാഷ് ഓഫർ കൊടുക്കുന്നത്. പിന്നെ 3,000 രൂപയുടെ കോർപ്പറേറ്റ് ഓഫറും എക്സ്ചേഞ്ച് ബോണസായിട്ട് 20,000 രൂപയാണ് ഡീസൽ വാഹനങ്ങൾക്ക് കൊടുക്കുന്നത്. അങ്ങനെ മൊത്തം നിങ്ങൾക്ക് ഏകദേശം 38,000 രൂപ വരെ ഓഫർ ഡീസലിന് ലഭിക്കും. വെന്യൂവിന്റെ ഒരു വാല്യൂ ഫോർ മണി വേരിയന്റ് 1.2 പെട്രോൾ എഞ്ചിനുള്ളതിൽ വാല്യൂ ഫോർ മണി വേരിയന്റ് ആയിട്ട് വരുന്നത് എസ് ഓപ്ഷണൽ പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. അത് 1.2 ആണ്. അത് നിങ്ങൾക്ക് 11,24,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. ഇനി ടർബോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ടർബോനൊരു വാല്യൂ ഫോർ മണി വേരിയന്റ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയന്റ് എസ് ഓപ്ഷണൽ വേരിയന്റ് ആണ്. അത് നിങ്ങൾക്ക് 12,37,000 രൂപയ്ക്ക് മാനുവലും DCT ഓട്ടോമാറ്റിക് 13,78,000 ഓൺ റോഡ് ഇറക്കാം. ഡീസൽ ആണെങ്കിൽ എസ് പ്ലസ് വേരിയന്റ് ആണ് ഡീസൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡീസലിൽ മാനുവൽ മാത്രമേ ഉള്ളൂ. ഓഫറുകൾക്ക് ശേഷം 12,79,000 രൂപയ്ക്ക് ഡീസൽ നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ നോക്കുന്നവർക്ക് ഒരു 40,000 രൂപയും കൂടിയും അഡീഷണലി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഡീസൽ എടുക്കാനായിട്ട് പറ്റും. എന്തുകൊണ്ടും വെന്യൂവിന്റെ മാനുവൽ നോക്കുന്നവർക്ക് ഡീസലാണ് വാല്യൂ ഫോർ മണി. ഹ്യൂണ്ടായുടെ മറ്റൊരു വാഹനമായ അൽക്കസാറിന് 70,000 രൂപയുടെ ഓഫറും ഈ കാണുന്ന ഹ്യൂണ്ടായി വെർണയ്ക്ക് 65,000 രൂപയുടെ ഓഫറുമാണ് കൊടുത്തിരിക്കുന്നത്. ക്രെറ്റയുടെ ഓഫറിലേക്ക് വന്നാൽ ക്രെറ്റയ്ക്ക് ആദ്യമായിട്ട് 5,000 രൂപയുടെ സ്ക്രാപ്പേജ് ഓഫർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ക്രെറ്റയുടെ EV ആണ്. EVക്ക് പ്രത്യേകിച്ച് ഓഫർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ക്രെറ്റയിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ള ഒരു വേരിയന്റ് ബേസ് വേരിയന്റ് ആണ്. ബേസ് വേരിയന്റ് പെട്രോൾ മാനുവലിന് നിങ്ങൾക്ക് 13,28,000 രൂപയും ഡീസൽ മാനുവൽ 15,15,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ക്രെറ്റയിലെ ഒരു മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് നമുക്ക് എസ് ഓപ്ഷണൽ വേരിയന്റിനെ വിളിക്കാം. അതിൽ നിങ്ങൾക്ക് എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലും അവൈലബിൾ ആണ്. എസ് ഓപ്ഷൻ വേരിയന്റിന്റെ പെട്രോൾ മാനുവലിന് 17,24,000 രൂപയും IVT ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക്കിന് 19,33,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഡീസലിലേക്ക് വന്നു കഴിഞ്ഞാൽ 19,44,000 രൂപയ്ക്ക് ഡീസൽ മാനുവൽ വേരിയന്റും ഡീസൽ ഓട്ടോമാറ്റിക്കിന് 21,24,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. ക്രെറ്റയിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് എസ് ഓപ്ഷണൽ വേരിയന്റ് ആണ്. അതിന്റെ ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ ചാനലിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ എസ് ഓപ്ഷണൽ വേരിയന്റിനെ ബേസ് ചെയ്ത് നൈറ്റ് എഡിഷൻ അവൈലബിൾ ആണ്. അതല്ല നിങ്ങൾക്കൊരു കുറച്ചുകൂടി പ്രൈസ് കുറവുള്ള ഒരു ഓട്ടോമാറ്റിക് വേണമെങ്കിൽ EX ഓപ്ഷണൽ വേരിയന്റിൽ ഇപ്പോൾ ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ്. ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മൂവാറ്റുപുഴയിലുള്ള പോപ്പുലർ ഹ്യൂണ്ടായുടെ നമ്പർ കൊടുക്കാം. ഹ്യൂണ്ടായുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം.